കസിൻ്റെ കൂടെ ഞാൻ കുറച്ച് യാത്ര ചെയ്തു. പക്ഷെ നമ്മൾ ഓടിക്കുന്നേക്കാളും കുറച്ചുകൂടെ സ്പീഡിലാണ് അവരൊക്കെ ഓടിക്കുന്ന വണ്ടി. ഞാൻ ഒരു 40 to 60 ഉള്ളിൽ ഓടിക്കാറില്ല. അവരൊക്കെ കുറച്ചുകൂടെ ഞാൻ സ്കൂട്ടർ ഓടിക്കണമല്ലേ അവർ കാർ ഓടിക്കണം. സ്കൂട്ടറിൽ അത്രയും സ്പീഡ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 70ക്ക് മേലെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. 70ക്ക് ഉള്ള സ്കൂട്ടറിൽ പറ്റുള്ളൂ. 70ക്ക് മേലെ എടുക്കാം, പക്ഷേ സേഫ് അല്ല. 40 to 60 ആണ് സ്കൂട്ടറിൽ സേഫ്. പക്ഷെ കാറിൽ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചുകൂടെ സ്പീഡിൽ പോവായിരിക്കും. ഇവിടെ പിന്നെ ഈ വളമുള്ള റോഡായതുകൊണ്ട് ഞാൻ അധികം 40 to 60 കിലോമീറ്ററിനുള്ളിലാണ് ഓടിക്കാറുള്ളത്. നമ്മുടെ റോഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ ആളുകൾ ക്രോസ് ചെയ്യും, ചാടും, വട്ടം ചാടും. കാരണം പശു വട്ടം ചാടും, കാള വട്ടം ചാടും, പോത്ത് വട്ടം ചാടും, പട്ടി വട്ടം ചാടും. അങ്ങനെ ആളുകൾ വട്ടം ചാടും, കുട്ടികൾ വട്ടം ചാടാം. 2 വീലേഴ്സ് ഒരു ലക്കിലും ഇല്ലാതെ പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റോഡാണ് നമ്മുടെ റോഡ്. അപ്പോൾ അതിലൊരു 40 to 60ക്ക് മേലെ പോകുന്നത് സേഫ് അല്ല. ത്രീ 360 ഡിഗ്രി കവറേജ് ഉള്ള ടൊയോട്ടയുടെ ഒരു ക്യാമറ. അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാവുന്നൊരു ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ അതുപോലെ ഇക്വലൻ്റായിട്ട് കൊള്ളാവുന്ന ക്യാമറകൾ ഇപ്പോൾ പുറത്തു നിന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്കത്ര വിശ്വസിച്ച് പ്രയോഗിക്കാൻ പറ്റില്ല ക്യാമറകൾ. എൻ്റെ ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിലെ ഇവന്മാർ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരുത്തി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരാം. അതുകൊണ്ടാണ് ഈ എപ്പോഴും സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് മിക്കവാറും അവരുടെ മെയിൻ ഹെഡ് ഓഫീസിൽ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് കിലോമീറ്ററുകൾ ഓടിച്ച് വെരിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും. നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം കയറ്റുമ്പോൾ നമ്മളായിരിക്കും ഫസ്റ്റ് കസ്റ്റമർ, നമ്മളായിരിക്കും ഫസ്റ്റ് ട്രയൽ നടത്തുന്നത്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഈ ചിലപ്പോൾ അവർ കുറച്ച് ആളുകൾക്കൊക്കെ നടത്തിയിട്ടുണ്ടാവുമായിരിക്കും, കുഴപ്പമില്ല, കുറേ ആളുകൾ പിടിപ്പിച്ച് വിട്ടാലും കുഴപ്പമില്ല എന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നാലും അതൊരു ഫുള്ളായിട്ടൊരു പ്രോഡക്റ്റ് അവർ കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പ് അവർ വെരിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തല്ല കൊടുക്കുന്നത്. ഇപ്പോൾ സർവീസ് സെൻറ്റർ ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹെഡ് ഓഫീസിൽ അത് ചെക്ക് ചെയ്ത് അതിന് ടെസ്റ്റ് ഡ്രൈവേഴ്സിന് വെച്ച് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെ അന്ന് വെരിഫൈ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഓടിച്ച് വെരിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഭയങ്കര പ്രൈസും വ്യത്യാസമുണ്ട്. അത് മറ്റേത് 15,000 രൂപ കിട്ടുമ്പോൾ ഇവിടെ 50,000 മേലെ പോകും. ഷോറൂമിൽ നിന്ന്
ഇവിടെ ക്വാളിറ്റി വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ സാധനത്തിൻ്റെ. ഈ ടൊയോറ്റയിൽ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. ഞാൻ ഇതിനിപ്പോൾ ഇങ്ങനെ ഈ റിവേഴ്സ് ക്യാമറയൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ കണ്ടില്ല വ്യത്യാസം. അതിലും ക്വാളിറ്റിയുള്ള ക്യാമറകൾ സാധാരണ നിസ്സാര പൈസയ്ക്ക് വേറെ പുറത്തുനിന്ന് കിട്ടും. അപ്പം അങ്ങനെ ക്വാളിറ്റിയുടെ വലിയ കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ഷോറൂം ആകുമ്പോൾ അവർ സർട്ടിഫൈഡ് ആയിരിക്കും, ഇത് സർട്ടിഫൈഡ് ആയിരിക്കില്ല.